അയ്യപ്പൻകോവിൽ ആലടിയിൽ പുലിയെ നാട്ടുകാർ കണ്ടുവെന്ന് പറയുന്ന സ്ഥലത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. ആലടി സ്വദേശി നിതിൻ മുരളീധരന്റെ പുരയിടത്തിലാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞാൽ കൂട് സ്ഥാപിക്കും. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് റേഞ്ച് ഓഫീസർ കെ.വി. രതീഷ് അറിയിച്ചു. ആലടി പുളിക്കൽ നിതിന്റെ ഭാര്യ അനുവാണ് ഞായറാഴ്ച രാത്രി 9 പുലിയെ കണ്ടത്. ശബ്ദം കേട്ട് ജനൽപ്പാളിയിലൂടെ നോക്കിയപ്പോൾ പെരിയാറിന്റെ തീരത്ത് നിന്ന് മലയോര ഹൈവേയിലേക്ക് കയറുന്നതാണ് കണ്ടത്. നായയെ കടിച്ചു പിടിച്ചിട്ടുണ്ടെന്നും വീട്ടമ്മ പറഞ്ഞു. ഉടൻ തന്നെ അയൽക്കാർക്ക് ഫോൺ ചെയ്ത് വിവരമറിയിച്ചു. വിവരമറിഞ്ഞ നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും കാട് വളർന്നു നിൽക്കുന്ന മലമുകളിലേക്ക് പുലി മറിഞ്ഞിരുന്നു. വിവരം അറിഞ്ഞ ഉടൻ ഉപ്പുതറ പോലീസും കാഞ്ചാരിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് വന്നു. സമീപത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടില്ല. പെരിയാറിന്റെ തീരത്തും വീട്ടമ്മ പുലിയെ കണ്ട ഭാഗങ്ങളിലും ധാരാളം കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് പട്രോളിംഗിന് എത്തിയപ്പോഴാണ് ക്യാമറ സ്ഥാപിച്ചത്. വീട്ടമ്മ ഞായറാഴ്ച പുലിയെ കണ്ടുവെന്ന് പറയുന്ന സ്ഥലത്താണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. തുടർച്ചയായി പട്രോളിംഗ് നടത്തുകയും ചെയ്യും. കാട് പിടിച്ചെടുക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ കാടുകൾ വെട്ടിനീക്കാൻ സ്വകാര്യ വ്യക്തിയോട് നിർദ്ദേശം നൽകണമെന്നും പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആലടി പ്രദേശത്ത് പുലി ഇറങ്ങിയെന്ന് പറഞ്ഞ് നാട്ടുകാർ ശരിക്കും പരിഭ്രാന്തിയിലാണ്. ഇന്ന് രാവിലെ ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുകയും റേഞ്ച് ഓഫീസറെ വിളിക്കുകയും അതിന് പ്രകാരം അവരിവിടെ വന്ന് സ്ഥലം പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്യാമറ സ്ഥാപിക്കാം എന്ന് നേരെ തന്നെ അവർ പറഞ്ഞിട്ടാണ് പോയത്. എന്നാലിപ്പോൾ ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പുലിയാണോ എന്നുള്ള സംശയത്താലാണ് അത് പുലിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കൂട് വെച്ച് അതിനെ പിടിക്കുന്നതിനുള്ള സംവിധാനം കൂടെ ഫോറസ്റ്റിൽ നിന്ന് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുള്ളതാണ്. നിലവിൽ കാണുന്ന കാൽപ്പാടുകൾ പൂച്ചപ്പുലിയുടേതോ കാട്ടുപാക്കാന്റെയോ ആണെന്നാണ് നിഗമനം. ഇത് ആരെയും ഉപദ്രവിക്കില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് തേക്കടിയിൽ നിന്നും ക്യാമറ എത്തിച്ച് ഇവിടെ സ്ഥാപിച്ചതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.